പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 91-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകും. ഇന്നത്തെ പകൽവേളയിൽ, ഈ പകൽക്കാലം ദൈവം നമുക്കാരാണ്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കൾ നമ്മെ തകർത്ത് കളയുവാനായി നമ്മളെ തേടി വരുമ്പോൾ ശത്രു നമ്മളെ കാണാതെ വണ്ണം സ്വന്തം ചിറകിൻ്റെ അടിയിലേക്ക് നമ്മെ മറപ്പിച്ച് ശത്രുക്കളുടെ കണ്ണുകൾ നമ്മുടെ മേൽ പതിക്കാതെ വണ്ണം നമ്മെ സംരക്ഷിക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്കറിയാം, കോഴിക്കുഞ്ഞുങ്ങളെയും തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുവാനായി വരുന്ന ശത്രുക്കളുടെ അല്ലെങ്കിൽ കഴുകന്റെയും പരുന്തിൻ്റെയൊക്കെ കണ്ണുകൾ കുഞ്ഞുങ്ങളുടെ മേൽ ദൃഷ്ടി പതിക്കാതെ വണ്ണം തൻ്റെ ചിറകുകൾ വിരിച്ചിട്ട് കുഞ്ഞുങ്ങളെയെല്ലാം തൻ്റെ ആ ചിറകിൻ്റെ അടിയിലേക്ക് മറപ്പിച്ച് അത്ഭുതകരമായ നിലയിൽ ആ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന തള്ളക്കോഴിയെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, തൻ്റെ സ്വന്തം തൂവലുകൾ കൊണ്ട് നമ്മെ ശത്രുക്കൾ കാണാതെ വണ്ണം നമ്മെ മറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽവേളയിൽ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിക്കാതെ വണ്ണം ഇന്ന് പകൽക്കാലം നമ്മെ സർവകൃപാലുവായ ദൈവം മറയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം. പിശാചിന് നമ്മളെ കാണുവാൻ കഴിയത്തില്ല. അവർ കണ്ടെങ്കിലല്ലേ അവൻ നമ്മെ തൊടാനായിട്ട് സാധിക്കും. അപ്പോൾ പിശാച് നമ്മളെ കാണാതെ വണ്ണം, പിശാച് നമ്മെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ ദൈവം നമ്മയൊക്കെ പരിപാലിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് പറയുക. തൻ്റെ തൂവലുകൾ കൊണ്ട്, സ്വന്തം ചിറക് കൊണ്ട് നമ്മെ മറയ്ക്കുന്നവനായ ഒരു ദൈവം. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ മറയ്ക്കും. ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ശത്രുക്കളുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിക്കുകയില്ല. ഒരു ദോഷവും നിന്റെ മേൽ പതിക്കുകയില്ല. ശത്രു ഊടാടി സഞ്ചരിക്കും. അവൻ ഭൂമിയിൽ അലറുന്ന സിംഹം പോലെ ഓടി നടക്കും. പക്ഷേ അവൻ്റെ കണ്ണുകൾ നിന്റെ മേൽ പതിക്കാതെ വണ്ണം നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, ഇതുപോലെ വേറൊരു ദൈവം ആരാണുള്ളത്? ആകയാൽ വിശ്വാസത്തോടും പ്രത്യാശയോടും ഈ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ ആയിക്കൊണ്ട് സന്തോഷകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം ഇന്ന് പകൽക്കാലം കഴിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കുക. അതിനോട് ചേർന്ന് തന്നെ അടുത്ത വാക്ക് പറയുന്നു, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. ഒന്ന്, തൂവലുകൾ കൊണ്ട് തന്നെ നമ്മെ മറയ്ക്കുന്നവനായ ദൈവം. 2, വിശ്വസ്തയോടെ നമ്മെ പരിപാലിക്കുന്ന ദൈവം. ഈ പകൽവേളയിൽ ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനായി കൂടെയുണ്ട്. ദൈവം നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം ദൈവം സംരക്ഷിക്കും. വാക്ക് പറഞ്ഞ് മാറാത്തവനായ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ ഇന്ന് പകൽക്കാലം നല്ലൊരു സന്തോഷകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എന്നെ അറിയിക്കുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് സന്തോഷകരമായി ഈ വചന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളിതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളിതിനെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ തൻ്റെ തൂവലുകൾ കൊണ്ട് നിങ്ങളെ മറച്ച്, നിങ്ങളെ സംരക്ഷിച്ച്, നിങ്ങളെ അതിശയകരമായി വഴി നടത്താൻ പോകുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.